പുതിയ ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാന് സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറായിക്കൊള്ളാൻ അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാനെ അനാവശ്യമായി പിന്തുടർന്നാൽ മേഖലയിലെ US സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ തിരിച്ചടിച്ചു. ഇറാൻ പാർലമെന്റ് സ്പീക്കറാണ് US-നെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ മാസം ആദ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത മതനേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് കത്തയച്ചത്. ഇതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ കൈകാര്യം ചെയ്യാനുള്ള 2 വഴികളാണ് ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, സൈനിക നടപടി, അതുമല്ലെങ്കിൽ ഇറാൻ പുതിയ ആണവ കരാറിൽ എത്തിച്ചേരുക എന്നതായിരുന്നു. ഇതിനുശേഷം ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂത്തികളെ ഉപയോഗിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നിരന്തര ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയത്. ഇതിനെതിരെ അമേരിക്ക കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണമാണ് യമനിലെ ഹൂത്തികളുടെ കേന്ദ്രങ്ങളിൽ നടത്തിയത്. ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ യുദ്ധ ആഹ്വാനവുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ മുഴുവൻ മേഖലയും ഒരു വെടിമരുന്ന് കൂമ്പാരത്തിൽ തീപ്പൊരി വീണാലുണ്ടാകുന്നത് പോലെ പൊട്ടിത്തെറിക്കുമെന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് പറയുന്നു. അതുപോലെ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുടെയും താവളങ്ങൾ സുരക്ഷിതമായിരിക്കില്ല എന്നതും ഇസ്രായേലിനെ പേരെടുത്തു പറയാതെ അദ്ദേഹം ആക്രമണ ഭീഷണി മുഴക്കുന്നു. അതേസമയം ട്രംപ് ആയത്തുള്ള അലി ഖമേനിക്ക് അയച്ച സന്ദേശം വഞ്ചനാപരമെന്നും സമ്മർദ്ദ നയം മാറ്റുന്നില്ലെങ്കിൽ ചർച്ചകൾ അസാധ്യമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറഞ്ഞു. ട്രംപിന്റെ കത്ത് ഇറാൻ പരിശോധിക്കുകയും അതിനുള്ള മറുപടി ഒമാൻ വഴി നൽകിയെന്നും ട്രംപിന്റെ കത്തിൽ ഭീഷണികൾ ഉണ്ടെങ്കിലും നയതന്ത്രത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും അബ്ബാസ് അരഗ്ചി കൂട്ടിച്ചേർത്തു. അമേരിക്കൻ താക്കീതിന് മറുപടിയുമായി കഴിഞ്ഞ ദിവസമാണ് ഇറാൻ സൈനിക മേധാവി ഇറാന്റെ ഭൂഗർഭ മിസൈൽ സിറ്റി വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇസ്രായേലിന്റെ പതാകയിൽ ചവിട്ടി മുന്നോട്ടു പോകുന്ന ഇറാൻ സൈനിക മേധാവിയുടെ ദൃശ്യങ്ങൾ വരും ദിവസങ്ങളിൽ കനത്ത പ്രത്യാഘാതമായിരിക്കും ഇറാനുമേൽ വരുത്തിവയ്ക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.